നാളെ രാവിലെ 10 മണിക്കെത്തും. പോരാ, എത്രയും വേഗം കീഴടങ്ങാൻ പറ്റുമെങ്കിൽ എത്രയും വേഗം കീഴടങ്ങാം. നിന്നെ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവർ നിന്നെ തിരഞ്ഞിട്ടില്ല. മറ്റുള്ള പോലീസുകാർ നിന്നെ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാട്ടിക്കൊടുക്കും. നീ എൻ്റെ കൈ കൊണ്ട് തന്നെ നീ പിന്നെ നിൻ്റെ അന്ത്യം അങ്ങനെ ആവും. മനസ്സിലായല്ലോ? നിൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെ ആവും മരിക്കുന്നത് നീ. അപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നീ കോടതി കീഴടങ്ങുന്നത് തന്നെ. നിന്നെ മോനെ വിടൂല ദിനേശ, വിടത്തില്ല. നിൻ്റെ ഒരു കളി ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല, ഞങ്ങളെ അത് സമ്മതിക്കത്തില്ല. നിനക്ക് എത്ര വേഗം കീഴടങ്ങുന്നതാണ് ബുദ്ധി. മനസ്സിലായോ? നീ എവിടെ ഏത് മാളത്തിൽ പോയിട്ട് ഒളിച്ചിരുന്നോ, വിഷയമില്ല. നീ നിൻ്റെ വീട് കാണില്ല, കുടുംബം കാണത്തില്ല. മനസ്സിലായല്ലോ? അതിനുള്ള പണികളൊക്കെ ഞങ്ങൾ സെറ്റപ്പാക്കി ചെയ്തിട്ടുണ്ട്. നിനക്ക് പുറത്തിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. നീ ഏത് മാളത്തിലാണെങ്കിൽ ആ മാളത്തിൽ തന്നെ ഇരിക്കും, നിന്നെ അവിടെ ഇട്ട് ഞങ്ങൾ പിടിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. നിനക്ക് ഇനി കൂടുതൽ വർത്താനമൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഓക്കെ. ഓഹോ, അപ്പോൾ അതുവരെ എത്തിയ സംഗതിയില്ലേ? എന്നെ പിടിക്കാനേ സാറ് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ കോട്ടയത്ത് നിന്നല്ല, ഏത് പട്ടിക്കാട്ടിൽ പോയി ഒളിച്ചു കഴിഞ്ഞാലും സാറിന് പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കീഴടങ്ങേണ്ടി വരും. അതിനിപ്പോൾ തൽക്കാലം എനിക്ക് സൗകര്യവും ഇല്ല. സാറിൻ്റെ പണി നോക്ക്. മനസ്സിലായോ? സെബാസ്റ്റ്യനെ ഈ വേഷമിട്ടിട്ടേ എന്ത് നാറിയ പരിപാടിയും ചെയ്യും. അതാണ് ഈ സെബാസ്റ്റ്യൻ. മനസ്സിലായല്ലോ? നമ്മൾ പേസൊന്നും മാറ്റമൊന്നുമില്ല, രണ്ടുപേരും പേസ് ഒരുപോലെയാണ്. ഞാൻ സെക്യൂരിറ്റി, താങ്കൾ പോലീസുകാരൻ. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യും, സാറ് ബുദ്ധിമുട്ടണ്ട. എന്നെ അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ.